നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കായ കോപ്പിയിങ് വിത്ത് സ്ട്രെസ് ആൻഡ് ബിൽഡിംഗ് റെസിലിയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ കോപ്പിയിങ് വിത്ത് സ്ട്രെസ് എന്ന പാഠഭാഗമാണ്. സ്ട്രെസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും അല്ലെ. സ്ട്രെസ് മൂലമുണ്ടാകുന്ന നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ആവശ്യങ്ങളെ നിയന്ത്രിക്കാന് സ്വീകരിക്കുന്ന നമ്മുടെ പ്രവർത്തികളും ചിന്തകളെയുമാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കോപ്പിംഗ് എന്ന് പറയുന്നത്. ചിലർക്ക് ഈ നമ്മളുടെ സ്ട്രെസ് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാകും. ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കാം, യാത്ര പോകുന്നതായിരിക്കാം, ജേർണലിംഗ് എഴുതുന്നതായിരിക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പൊതുവായിട്ട് നമുക്ക് എഫക്റ്റീവ്ലി ആയിട്ടുള്ള പ്രൊഫഷണലി ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് രീതികളും ഉണ്ട്. അതിലൊന്നാമത്തതാണ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിയിങ്. സ്ട്രെസ് ഉണ്ടാക്കുന്ന സ്രോതസ്സിനെ നേരിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിയിങ്. പ്രശ്നത്തെ മാറ്റാനോ നിയന്ത്രിക്കാനോ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് എക്സാം സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അത് വഴി നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അടുത്തതാണ് ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിയിങ്. സ്ട്രെസ് സ്രോതസ്സിനെ മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇമോഷൻസിനെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ആ ഒരു സ്ട്രെസ്സിന്റെ എഫക്റ്റിനെ കുറയ്ക്കുന്ന രീതിയാണ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു രോഗിക്ക് അയാളുടെ ആ ഒരു സാഹചര്യത്തെ നമുക്ക് മാറ്റാൻ എന്തായാലും സാധിക്കില്ലല്ലോ. അപ്പോ അനുഭവങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അയാൾ ജേർണൽ എഴുതുക, അതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പിൽ അംഗമാവുക, ഇതൊക്കെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പിംഗ് മെത്തേഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ്. അതിന്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡിലാണ് അത് ചെയ്യാൻ പറ്റുക എന്നാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ടൈം മാനേജ്മെന്റ്. ഓരോ പ്രവർത്തനത്തിനും അതിൻ്റെതായിട്ടുള്ള ടൈം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മുൻകൂട്ടിയുള്ള പ്ലാനിങ്, അതുപോലെ പ്രാധാന്യം നിശ്ചയിക്കുക, ഡെയിലി ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുക എന്നിവയൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഉൽപാദനക്ഷമത കൂട്ടുകയും അതുപോലെ നമ്മുടെ നിയന്ത്രണ ബോധമൊക്കെ കൂട്ടുവാനും ഹെൽപ്പ് ചെയ്യും. ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രെസ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇനി അടുത്തതാണ് പ്രയോറിറ്റൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ് അതിന് ആദ്യം ചെയ്യുക, എന്നിട്ട് അടുത്തത് എങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടാക്കുക. ഇതിനെയാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഡെഡ് ലൈൻസ്, റെലവൻസ് എന്നിവയൊക്കെ പരിശോധിച്ച് നമ്മൾ പ്രയോറിറ്റി ഓർഡർ നിശ്ചയിക്കും. ഇതോടെ നമ്മൾ ഒരേ സമയം എല്ലാം ചെയ്യാനുള്ള സ്ട്രെസ് കുറയും. നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ടും എഫക്റ്റീവായിട്ടും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അടുത്തതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നമ്മൾ നേരിട്ട് സ്ട്രെസ്സിന്റെ സോഴ്സിനെ തിരിച്ചറിഞ്ഞ് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മളുടെ ആ കഴിവ് വളർത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈയിങ് പ്രോബ്ലം. ആ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. രണ്ടാമത്തത് ജനറേറ്റിംഗ് പോസിബിൾ സൊല്യൂഷൻ. നമുക്ക് സാധ്യതയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുക. അടുത്തത് ഇവാലുവേറ്റിംഗ് സൊല്യൂഷൻസ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പരിഹാര മാർഗങ്ങളുടെ പ്രായോഗികത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തുക. അടുത്തതാണ് ടേക്കിംഗ് ആക്ഷൻസ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ഏതാണോ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പാക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത്, അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ് നമ്മൾ പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഒന്നാമത്തത് ടൈം മാനേജ്മെന്റ്, രണ്ടാമത്തേത് പ്രയോറിറ്റൈസേഷന്, മൂന്നാമത്തത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇനി അടുത്തതായി പറയുന്നത് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് സ്കിൽസ് ആണ്. നമുക്ക് സോഴ്സ് മാറ്റാൻ കഴിയാത്തപ്പോഴോ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യും, നിയന്ത്രിക്കാനും മെന്റൽ സ്റ്റേറ്റ് നിലനിർത്താനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാർഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് റിലാക്സേഷൻ ടെക്നിക്സ്.
ഇത് നമ്മളുടെ ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസ്, ഇപ്പൊ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്ന ഇമോഷണൽ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിലെ ഒന്നാമത്തെ റിലാക്സേഷൻ ടെക്നിക്കാണ് ബ്രീത്തിങ്, ഡീപ് ബ്രീത്തിങ്. ഇത് ഒരു റിലാക്സേഷൻ റെസ്പോൺസ് ആയിട്ട് പ്രവർത്തന ഫലമായിട്ട് നമുക്ക് ഉണ്ടാകും. അതായത് ഒരു ഡീപ് ബ്രീത്തിങ് നമുക്ക് ചെയ്യുന്നതോടെ നമുക്ക് ഒരു റിലാക്സേഷൻ റെസ്പോൺസ് നമുക്ക് ഉണ്ടാവും. ഇത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും ആങ്സൈറ്റി, സ്ട്രെസ്, മസിൽ ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു പ്രസന്റേഷന് മുമ്പോ എപ്പോ വേണമെങ്കിലും, നമുക്ക് എക്സാമിന് മുമ്പോ തൊട്ട് മുമ്പോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് നമ്മുടെ സ്പൈനൽ കോഡ്, നട്ടെല്ല് നിവർന്ന് ഇരിക്കാനോ കിടക്കാനാണെന്നുണ്ടെങ്കിലും ശ്രമിക്കാം. ഇനി അടുത്തതാണ്, നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിന് മുകളിലായിട്ട് വെക്കണം. അതായത് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ വെക്കുക. ഈ ഡയഫ്രം ഉണ്ടല്ലോ, നമുക്ക് ഡയഫ്രമാറ്റിക് മൂവ്മെന്റിനെയൊക്കെ നമുക്ക് അതിലൂടെ അതിന്റെ പ്രവർത്തനത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ മൂക്കിലൂടെ ഡീപ്പ് ആയിട്ടുള്ള ആഴത്തിലുള്ള ശ്വാസം എടുക്കുകയും ചെയ്യും. ഒരു 4 സെക്കൻഡ്സ് നമ്മൾ അത് എടുത്തിട്ട് ആ ഡയഫ്രം എങ്ങനെയാണ്, ഇപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ ഇവിടെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഡയഫ്രം ഉയരും, അങ്ങനെ ആ ഉയർന്നുകാണ്ട് ഉള്ളതിനെ നമ്മൾ ഫീൽ ചെയ്യുക. ഒരു 1-2 സെക്കൻഡ് ആ ശ്വാസം നമ്മൾ കൺട്രോൾ ചെയ്യുക, ഒന്ന് പിടിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സ്ലോലി പതുക്കെ നമ്മൾ ആ ശ്വാസം പുറത്തോട്ട് വിടുക. ഇങ്ങനെ ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് തുടർച്ചയായിട്ട് ഈ ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ആവർത്തിക്കാം. ഈ രീതിയാണ് ഡീപ് ബ്രീത്തിങ്ങിന് ഉള്ളത്. ഇതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി അടുത്തതാണ് മെഡിറ്റേഷൻ. ഒരു സീരീസ് ഓഫ് മെന്റൽ പ്രാക്ടീസസിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് അറ്റൻഷനെ റീഡയറക്റ്റ് ചെയ്യാനും ഒരു സെൻസ് ഓഫ് അവയർനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് നമുക്ക് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു, ഇപ്പൊ നമ്മള് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നമുക്കൊരു എന്താ പറയാ, ഒരു ശാന്തിയും സമാധാനവും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആണ് ഈ മെഡിറ്റേഷൻ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. റിസർച്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് ഈ ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന് പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് കോൺസെൻട്രേറ്റീവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പോ ഏതെങ്കിലും ഒരു ശബ്ദത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിനെയോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ കോൺസെൻട്രേറ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. അടുത്ത മെത്തേഡാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇത് 20ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ഫിസിഷ്യൻ ആയിട്ടുള്ള എഡ്മണ്ട് ജേക്കബ്സൺ ആണ് ഈ ഒരു പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മസിൽ ടെൻഷനെ, സ്ട്രെസ്സിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ഈ മസിൽ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോരോ പേശികളെയും ഓരോരോ മസിൽസിനെയും സിസ്റ്റമാറ്റിക്കലി നമ്മൾ ടെൻഷൻ കൊടുത്തും റിലാക്സ് ചെയ്യിപ്പിച്ചുമാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഈ രീതിയാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒന്നാമത്തത് നമ്മൾ ക്വൈറ്റ് ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും കുറച്ച് ടൈം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ടോ മുതൽ, അതായത് കാല് മുതൽ നമ്മളുടെ ഏറ്റവും ഉയർന്ന ഹെഡ് വരെ നമ്മൾ ഓരോരോ പേശി ഗ്രൂപ്പിനും മസിൽ ടെൻഷൻ കൊടുത്തും അത് റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 to 10 സെക്കൻഡ്സ് നമ്മൾ അതിനെ ടെൻഷൻ കൊടുത്തിട്ടും, അതായത്
സങ്കോചിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മള് കൈയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കുക എന്ന് പറയില്ലേ. അപ്പൊ ഇതിനൊരു ടെൻഷൻ വരും. ഇങ്ങനെ ഒരു 5 to 10 seconds ഇങ്ങനെ ടെൻഷൻ കൊടുത്തും പിന്നെ ഒരു 20 to 30 seconds ഇതിനെ റിലാക്സ് ചെയ്യിപ്പിച്ചും ആണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ശരീരത്തിലെ ഓരോരോ പേശിയിലും ഇങ്ങനെ നമ്മൾ ചെയ്യും. എന്നിട്ട് ഈ ടെൻഷനും റിലാക്സേഷനും തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. എല്ലാ മസിൽ ഗ്രൂപ്പിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡീപ് ബ്രീത്തിങ് ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇപ്പൊ നമ്മള് റിലാക്സേഷൻ ടെക്നിക്സ് കഴിഞ്ഞു. അതിൽ നമ്മൾ 3 പറഞ്ഞത്: ഡീപ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ ആൻഡ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇനി അടുത്ത ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു എഫക്റ്റീവ് മാർഗമാണ് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, മസിൽ ടെൻഷൻ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻഡോഫ്രിൻ ഹോർമോൺ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കും. ഇത് നമ്മളുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനും നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല സ്ലീപ്പ് ലഭിക്കാനും ആങ്സൈറ്റി, ഡിപ്രഷൻ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഹേർട്ട് ഡിസീസ് ഒക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതുവഴി നമുക്ക് ശാരീരിക മാനസിക ആരോഗ്യം ദീർഘകാലത്തേക്ക് മെച്ചപ്പെടുത്താനും കഴിയും. ഇനി അടുത്തൊരു മെത്തേഡാണ് കോഗ്നിറ്റീവ് അപ്രോച്ച്. സ്ട്രെസ് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്, അവ നമ്മെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്നും കൂടെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് തോട്ട്സിനെ നമ്മൾ ആക്കി മാറ്റാണ്. ഇപ്പൊ നമ്മളുടെ ചിന്തകൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പൊ ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റി പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കോഗ്നിറ്റീവ് അപ്രോച്ചിൽ നമ്മൾ പറയുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. CBT പോലുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. CBT എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇതിൽ മെയിൻ ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാല് കാറ്റസ്ട്രോഫൈസിങ്, അതായത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു തോട്ട്. ഇത്തരത്തിലുള്ള അതായത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളായിരിക്കും. ഓവർ ജനറലൈസേഷൻ, എന്തെങ്കിലും ഒരു ചെറിയൊരു ആസ്പെക്ട് വെച്ചിട്ട് തന്നെ ഒരു കാര്യത്തെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജനറലൈസ് ചെയ്യും, ഇത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, കാര്യങ്ങളെല്ലാം ഒന്നെങ്കിൽ 2 വശങ്ങൾ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മത്സരത്തിനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. ഈ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ഒരു തോട്ട് പാറ്റേണിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. ഇത് 3 ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ്. ഈ നെഗറ്റീവ് തോട്ടുകളെ മാറ്റി അതിന് പകരം നമ്മൾ പോസിറ്റീവ് തോട്ടുകളെ ലോജിക്കൽ ആയിട്ടുള്ളതും അതുപോലെ റാഷണലൈസ് ചെയ്യാണ് ഈ ഒരു CBT മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഹൗ ടു സോൾവ്, എങ്ങനെയാണ് ഇതിൽ സോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യും. ഏതാണ് നെഗറ്റീവ് തോട്ട് എന്നുള്ളത്, അവയുടെ സ്വാധീനം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ മാറ്റും. ഇറാഷണൽ ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവുക. അതിനെ റാഷണലൈസ് ആയിട്ടുള്ള പോസിറ്റീവ് തോട്ടാക്കി നമുക്ക് മാറ്റും. ഇത്രയും കാര്യമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.